ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു XYLEM Learning. പിക്ചർ കാണുന്ന സമയത്ത് തന്നെ എന്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളൊരു യാത്ര പോവാൻ പോവാണ് അല്ലെ. നമ്മുടെ തമ്പിലും ഉണ്ടായിരുന്നു നമ്മളൊരു സ്ഥലത്തിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയാൻ പോവാണ് അല്ലെ. ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു പ്ലേസിനെ കുറിച്ചിട്ടാണ്. ഏത് പ്ലേസ് ആണെന്നറിയോ? ആ പ്ലേസിലേക്കാണ്, ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മളെന്താ ബാഗൊക്കെ തൂക്കി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പോവാണേ. അപ്പൊ നമുക്ക് പോയാലോടാ. ഇവിടെ നോക്കിക്കേ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? സ്ക്രീനിൽ എന്റെ പിള്ളേർക്ക് കാണാൻ സാധിക്കില്ലേ? നമ്മള് ഗംഗാ സമതലത്തിലേക്കാണ് പോവാൻ പോകുന്നത്. എവിടേക്കാ? ഗംഗാ സമതലം അല്ലെ, ടുവേർഡ്സ് ദ ഗംഗാറ്റിക് പ്ലെയിൻ അല്ലെ. നമ്മള് ഗംഗാ സമതലത്തിലേക്ക് എന്താ ഒരു യാത്ര പോകാൻ പോവാണേ. ഈ ഒരു യാത്ര കഴിയുമ്പോഴത്തേക്കും ഗംഗാ സമതലത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്റെ മക്കൾ പഠിച്ചിരിക്കും കേട്ടോ. എന്റെ മക്കൾക്ക് അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോടാ. ഇവിടെ നോക്കിക്കേ, എന്താ മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന്? സാമവേദം, യജുർവേദം, അഥർവവേദം. അപ്പൊ ഒരു വേദം കൂടി നമുക്ക് ഉണ്ടല്ലോ. ഓൾറെഡി എന്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാം നമുക്ക് എത്ര വേദങ്ങളാണ് ഉള്ളത്. 4 വേദങ്ങളാണ് അല്ലെ. ഏതൊക്കെ വേദങ്ങളാണുള്ളത്? നമുക്ക് ഫസ്റ്റ് തുടങ്ങുന്ന ഏതാണ്? ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിങ്ങനെ 4 വേദങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ, നമുക്ക് ഉള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയ മക്കളെ, ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം പിൻവേദ കാലഘട്ടം എന്നറിയപ്പെടുന്നു. അഥവാ നമുക്ക് വേദകാലഘട്ടങ്ങൾ 2 എണ്ണാണുള്ളത് മക്കളെ. ഏതൊക്കെയാണ്? നമുക്ക് പിൻവേദ കാലഘട്ടം അല്ലാതെ ഒരു കാലഘട്ടം കൂടി ഉണ്ട്. വേദകാലഘട്ടത്തെ നമ്മൾ 2 എണ്ണായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏർലി വേദിക് ഏജ് എന്നും ലേറ്റർ വേദിക് ഏജ് എന്നും. അപ്പൊ ഏർലി വേദിക് ഏജിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എവിടെയാണ്? ഋഗ്വേദയിലാണ്. നമ്മളെ ലേറ്റർ വേദിക് ഏജ് അഥവാ പിൻകാല വേദകാലഘട്ടത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സാമവേദ, യജുർവേദ, അഥർവവേദങ്ങളിലാണ്. അതിനാലാണ് മിസ് ഇവിടെ എന്താണ് യജുർവേദത്തെ കുറിച്ച് പറയാത്തത് കേട്ടോ. അപ്പൊ ഇവിടെ മക്കളെ നോക്കിക്കേ, അപ്പൊ ഇതിലൊക്കെ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്ന പറയുന്നത്? നമ്മുടെ വേദകാലഘട്ടത്തിലെ പ്രധാനമായിട്ടും ലേറ്റർ വേദിക് ഏജ് അഥവാ പിൻകാല വേദ കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും അല്ലെ. അപ്പം ഈ ഒരു കാലഘട്ടത്തെ കുറിച്ചുള്ള വ്യക്തമായ മനുഷ്യജീവിതം എങ്ങനെയായിരുന്നു നിലനിന്നിരുന്നതൊക്കെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മള് ഗംഗാ സമതലത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. പിന്നെന്തിനാ മിസ്സേ വേദ കാലഘട്ടത്തെ കുറിച്ചൊക്കെ പറയുന്നേ എന്ന ഡൗട്ട് എന്റെ മക്കളെ മനസ്സിലുണ്ടാവല്ലേ. അതിപ്പോ മിസ് ക്ലാരിഫൈ ചെയ്തു തരാവേ. നോക്കിയ മക്കളെ, ഋഗ്വേദ കാലഘട്ടത്തിൽ കന്നുകാലികളെ മേയിച്ചു നടന്ന ആര്യന്മാർ അഥവാ നമ്മളെ ഏർലി വേദിക് പീരീഡില് ആര്യന്മാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എന്തായിരുന്നു? കന്നുകാലികളെ മേയിച്ചു നടക്കുമായിരുന്നു. ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മുടെ ഏർലി വേദിക് പീരീഡിനെയാണ് നമ്മൾ ഋഗ്വേദ കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് എതിൽ നിന്ന് വായിക്കാൻ സാധിക്കും? ഋഗ്വേദത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ കാലഘട്ടത്തിൽ മനുഷ്യന്മാരെന്താ കന്നുകാലികളെ മേയിച്ച് ജീവിച്ച ആളുകളെ പിൻകാല വേദ കാലഘട്ടത്തിലേക്ക് ലേറ്റർ വേദിക് ഏജിലേക്ക് വന്നപ്പോ എന്തുണ്ടായിനാ? അവരെവിടെയാണ് മക്കളെ എത്തിച്ചേർന്നത് എന്നാണ് പറയുന്നത്. എവിടെയാണ് മക്കളെ അവർ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ഗംഗാ സമതലത്തിലേക്കാണ്. നോക്കിക്കേ, ഗംഗാ സമതലത്തിൽ എത്തിച്ചേർന്നു. അപ്പൊ എന്താ മക്കളെ ഗംഗാ സമതലം എന്ന് പറയുന്നത്? ഗംഗ എന്ന് പറയുമ്പോ നമുക്കറിയല്ലേ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട നദിയാണ്, റിവർ ആണ് അല്ലെ. അപ്പൊ നോക്കിക്കേ മക്കളെ, ഗംഗാ നദിയുടെ ചുറ്റുമുള്ള പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗംഗാ സമതലം എന്ന് വിളിക്കുന്നത്. എന്താ പറയുന്നത്? ഗംഗാ നദിയുടെ ചുറ്റുപാടുമുള്ള പ്രദേശത്തെയാണ് ഗംഗാ സമതലം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ മനസ്സിലായില്ലടാ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള കലഹങ്ങളും പുതിയ ഗോത്രങ്ങളുടെ ഉത്ഭവവും ജനസംഖ്യാ വർധനവും ഗംഗാ സമതലത്തിൽ ആര്യന്മാർ എത്തിച്ചേരുന്നതിന് കാരണമായി. അതായത് ഋഗ്വേദ കാലഘട്ടത്തിൽ, അതായത് ഏർലി വേദിക് പീരീഡിൽ ആളുകൾ എവിടെയായിരുന്നില്ല? ഗംഗാ സമതലത്തിലായിരുന്നില്ല. പിന്നെ മെല്ലെ 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 ആര്യന്മാരെന്താണ് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഇങ്ങനെ ബാഗൊക്കെ തൂക്കി റെഡി ആയിട്ട് എവിടേക്ക് വരിക? നമ്മുടെ ഗംഗാ സമതലത്തിലേക്ക് വരിക. എന്തുകൊണ്ടായിരിക്കും അവരിങ്ങനെ ഗംഗാ സമതലത്തിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുക? ആ ഒരു പ്രദേശത്തെ ഗോത്രങ്ങൾ തമ്മിൽ, അവര് മുന്നേ ഉണ്ടായിരുന്ന ഗോത്രങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കലഹങ്ങൾ ഉണ്ടായിരുന്നു. പുതിയ ഗോത്രങ്ങളൊക്കെ എന്ത് ചെയ്തു? അവിടെ ഉത്ഭവിച്ചു വന്നു. ജനസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അപ്പൊ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് അവരെവിടെ? നമ്മുടെ ഗംഗാ നദിയുടെ ചുറ്റുമുള്ള പ്രദേശമായ ഗംഗാ സമതലത്തിലേക്ക് എത്തിച്ചേർന്നത് കേട്ടോ.
അപ്പൊ ഇവിടെ നോക്കിയേടാ, നമുക്ക് വേദങ്ങൾ എത്ര ഉണ്ടെന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂട്ടത്തിൽ എന്റെ മക്കള് വേദങ്ങളും പഠിച്ചു പോണം. നമുക്ക് 4 വേദങ്ങളാണല്ലേ. ഏതൊക്കെ വേദങ്ങളാ മക്കളെ? നമുക്ക് ഋഗ്വേദയുണ്ട് അല്ലെ, ഋഗ്വേദ, സാമവേദ, അതേപോലെ തന്നെ യജുർവേദ, അത് കഴിഞ്ഞാൽ നമുക്ക് എന്താണുള്ളത് മക്കളെ? അഥർവവേദ. ഇങ്ങനെ 4 വേദങ്ങളാണ് നമുക്കുള്ളത്. ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. മറക്കരുത്, ഋഗ്വേദയിലാണ് നമുക്ക് എന്തിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ മക്കളെ ലഭിക്കുന്നത്? ഋഗ്വേദയിലായിരുന്നു നമുക്ക് എന്തിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കുന്നത് മക്കളെ? നമ്മളെ ഏതാ ഏർലി വേദിക് പീരീഡിൽ അല്ലെ, ഏർലി വേദിക് ഏജിലെ ഇൻഫോർമേഷൻസ് നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഈ ഒരു ഋഗ്വേദയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ മറ്റുള്ള വേദങ്ങളിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ നമുക്ക് സാമവേദയുണ്ട്, യജുർവേദയുണ്ട്, പുട്ടുണ്ട്, കടലുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ യജുർവേദയുണ്ട്, ദെൻ അഥർവവേദയുണ്ട്, അഥർവവേദ. അപ്പൊ ഈ വേദങ്ങളിൽ നിന്നാണ് നമുക്ക് എന്തിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ലഭിക്കുന്നത്? നമ്മുടെ ലേറ്റർ വേദിക് പീരീഡിനെ കുറിച്ചുള്ളത് അല്ലടാ. ലേറ്റർ വേദിക് പീരീഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമ്മളെ സാമവേദ, യജുർവേദ, അഥർവവേദയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അവർ ഈ ഒരു ഗംഗാ സമതലം മക്കളെ തെരഞ്ഞെടുത്തെന്ന് അറിയോ? എന്റെ മക്കൾക്ക് അറിയോ എന്തിനായിരിക്കും ഗംഗാ സമതലം അവര് തെരഞ്ഞെടുത്തതെന്ന്? അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഇവിടെ മക്കളെ ശ്രദ്ധിച്ചേ, ഗംഗാ സമതലത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് പരിശോധിക്കാം. എന്തിനായിരിക്കും ഇവർ ആ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക? അതിന് അതിൻ്റെതായിട്ടുള്ള എന്തുണ്ടായിരിക്കും? ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. നേരത്തെ മിസ് കാണിച്ചതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, വൻമരങ്ങൾ നിറഞ്ഞ, അതായത് ഇവിടെ നോക്കിക്കേ ഫുള്ള് വൻമരങ്ങൾ നിറഞ്ഞ ഒരു കാട് തന്നെ എന്റെ മക്കൾക്ക് കാണാൻ സാധിക്കുന്നു അല്ലെ. ഇതേ രീതിയിൽ കാട് നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു എന്ത്? നമ്മുടെ ഗംഗാ സമതലം എന്ന് പറയുന്നത്. ചുറ്റുപാടും കാടുകളായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ എന്താണ്, ഡെൻസ് ഫോറസ്റ്റ് പോലെ തന്നെ ഫലഭൂഷ്ടമായ ഫെർട്ടൈൽ ആയിട്ടുള്ള അലൂവിയൽ സോയിലും ഉണ്ടായിരുന്നു മക്കളെ. അവിടുത്തെ മണ്ണ് എന്തായിരുന്നു? ഫലഭൂഷ്ടമായിരുന്ന അലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണായിരുന്നു നമ്മുടെ ഗംഗാ സമതലത്തിൽ ഉണ്ടായിരുന്നത്. മറ്റൊന്ന് എന്താ മക്കളെ? നമുക്ക് നല്ല രീതിയിൽ എന്താണ് റെയിൻഫോൾ ലഭിച്ചിരുന്നു. നല്ല രീതിയിൽ റെയിൻഫോൾ ലഭിക്കുന്നുണ്ട്, നല്ല മണ്ണാണ്. അപ്പൊ എന്തു ചെയ്യും? ഒബ്വിയസ്ലി തീർച്ചയായിട്ടും അവിടെ എന്ത് വളരും? മരങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ വളരാൻ അവർക്ക് സാധിക്കില്ലേ? അത് തന്നെയായിരുന്നു നമുക്ക് എവിടെയും ഉണ്ടായിരുന്നത്, ഗംഗാ സമതലത്തിലും ഉണ്ടായിരുന്നത്. അപ്പൊ എന്റെ കുട്ടികൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഗംഗാ സമതലത്തിലേക്ക് വരുന്ന സമയത്തെ ആര്യമാരുടെ കയ്യിൽ ഏത് ലോഹമായിരിക്കും മക്കളെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്? എന്ത് ലോഹങ്ങളായിരുന്നു അവരെ കയ്യിൽ ഉണ്ടായിരുന്നത്? അതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. Which metals were used by Aryans to make tools and weapons when they migrated to the Gangetic plain? അവര് നമ്മുടെ ഗംഗാറ്റിക് പ്ലെയിനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ആയുധങ്ങളായിരിക്കും അവരെ കയ്യിൽ ഉണ്ടായിരിക്കുക? അതൊന്ന് നമുക്ക് നോക്കിയാലോ? യെസ്, അതാണ് നമ്മൾ നോക്കുന്നത്. ചെമ്പ് കൊണ്ടും വെങ്കലം കൊണ്ട് നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിച്ച് ഗംഗാ സമതലത്തിൽ മണ്ണിൽ കിളയ്ക്കാനും മരങ്ങൾ മുറിക്കാനും ഒക്കെ എന്താണ് ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എന്ത് മെറ്റൽസ് അവരെ കയ്യിൽ ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ നോക്കിക്കേ, കോപ്പറിനെ കൊണ്ടും ബ്രോൺസിനെ കൊണ്ടുള്ള ടൂൾസ് ആയിരുന്നു അവരെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഗംഗാറ്റിക് പ്ലെയിൻ പോലുള്ള ഗംഗാ സമതലം പോലുള്ള ഒരു നാട്ടില്, ആ ഒരു സ്ഥലത്ത്, ഉറപ്പുള്ള മണ്ണുള്ള സ്ഥലത്ത് ഈ ചെമ്പിനെ കൊണ്ടും വെങ്കലത്തിനെ കൊണ്ടുള്ള ആയുധങ്ങൾ വെച്ച് അവർക്ക് കിളയ്ക്കാനും ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവരെന്തു ചെയ്തു? കാടിന് തീയിടാൻ തുടങ്ങി. അവരെന്തു ചെയ്തു? ജംഗിൾസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് മൊത്തമായിട്ട് കാടിന് തീയിട്ട് മുന്നോട്ട് പോയി. പക്ഷെ അങ്ങനെ മുന്നോട്ട് പോയപ്പോഴും എന്താണ്, ഒരുപാട് മരക്കുറ്റികൾ എന്താണ് അവർക്ക് തടസ്സം സൃഷ്ടിച്ചു. അപ്പൊ കൃഷി ചെയ്യാനൊന്നും പറ്റുന്നില്ല മക്കളെ, ഫുള്ള് ഈ ഫോറസ്റ്റ് അല്ലെ. അപ്പൊ മൊത്തം അവരവിടെ കത്തിച്ചിട്ട് എന്ത് ചെയ്തു? ഈ ആയുധങ്ങൾ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോയി. അങ്ങനെ പോകുന്ന സമയത്ത് എന്താ, മരക്കുറ്റികൾ കൊണ്ട് നിറഞ്ഞു ആ സ്ഥലം മുഴുവൻ എന്താ ഫുള്ള് നമ്മളെ വുഡിന്റെ ഓരോ കുറ്റിയായിട്ട് നിന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായപ്പം അവര് പിന്നെ എങ്ങോട്ട് പോയി എന്നാ പറയുന്നത്? മണ്ണിൽ കിളയ്ക്കാനും മുറിക്കാനും എന്താണ് കാഠിന്യമേറിയ ലോഹങ്ങൾ വേണമെന്നെന്താണ് അവർ മനസ്സിലാക്കി. മണ്ണിൽ എന്താണ് കിളയ്ക്കാനൊക്കെ എന്ത് വേണം?
സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോഹം തന്നെ അവർക്ക് വേണമെന്ന് മനസ്സിലാക്കിയപ്പോൾ, ടൂൾസ് വേണമെന്ന് അവര് മനസ്സിലാക്കിയപ്പോഴാണ് മക്കളെ നമ്മുടെ ആര് വരുന്നത്, നമ്മുടെ ഹീറോ ആയിട്ടുള്ള നമ്മുടെ അയൺ വരുന്നത്. അങ്ങനെ മക്കളെ നമ്മുടെ ഇരുമ്പിന്റെ യുഗത്തിലേക്ക്, അങ്ങനെ ഇരുമ്പ് എന്ത് ചെയ്യാണ്, അവര് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരുമ്പിന്റെ കാലഘട്ടം ഇനി എന്താണ്, അവന്റെ കാലഘട്ടമാണ്. ആരുടെ കാലഘട്ടമാണ്, ഇരുമ്പിന്റെ അയണിന്റെ കാലഘട്ടമാണ് നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കിയ മക്കളെ, ഗംഗാ സമതലം വൻതോതിൽ ഇരുമ്പിന്റെ നിക്ഷേപമുള്ള പ്രദേശമായിരുന്നു. ഇവിടെ നമുക്ക് എന്താണ്, ഇരുമ്പിന്റെ അയണോർ ഒരുപാട് നമുക്ക് ഉണ്ടായിരുന്നു. അയണോറിന്റെ ഡെപ്പോസിറ്റ് ഒരുപാട് ഉണ്ടായിരുന്നു അല്ലെ. അതുള്ളത് കൊണ്ട് തന്നെ ഇരുമ്പ് കണ്ടെത്തിയോടുകൂടി ഇവരെന്ത് ചെയ്തു, ഒരുപാട് ഉറപ്പുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിച്ചു. സ്ട്രോങ് ആയിട്ടുള്ള ഹാർഡർ ആയിട്ടുള്ള വെപ്പൺസ് അവരെന്ത് ചെയ്തു, അവർ ക്രിയേറ്റ് ചെയ്തു. കാടൊക്കെ അവരെന്ത് ചെയ്തു, വെട്ടിത്തെളിച്ച് ആ ഫോറസ്റ്റ് ഫുള്ള് അവരെന്ത് ചെയ്തു, ക്ലീൻ ചെയ്തിട്ട് അവരെങ്ങോട്ട് പോയിന്നാ പറയുന്നത്, പുതിയ കലപ്പകൾ ഉപയോഗിച്ച് നിലങ്ങൾ ഉയ്യാൻ തുടങ്ങി. നിലമെല്ലാം എന്താ കിളച്ച് മറച്ചിട്ട് അവരുടെ പ്രധാന ജോലി എന്തായി മാറി എന്നാ പറയുന്നത് മക്കളെ, കൃഷിയായിട്ട്. കൃഷി അവരുടെ എന്താ വളരെ ഇമ്പോർട്ടന്റ് ജോബായിട്ട് മാറാൻ തുടങ്ങി എന്നാ പറയുന്നത്. അങ്ങനെ ഇരുമ്പുകൾ കൂടുതൽ ഉപയോഗിച്ച കാലഘട്ടം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്, ഇരുമ്പ് യുഗം. അതായത് ഇരുമ്പ് കൂടുതൽ ഉപയോഗിച്ച കാലഘട്ടം എന്താ, ഇരുമ്പ് യുഗം എന്ന പേരിൽ അറിയാൻ തുടങ്ങി. ഇവിടെ നോക്കിക്കേ, ഇങ്ങനെ ഇരുമ്പിന്റെ വെപ്പൺസ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ച പീരീഡ് അയൺ ഏജ് എന്ന പേരിലാണ് മക്കളെ അറിയപ്പെട്ടത്. എന്ത് പേരിലാണ്, അയൺ ഏജ് എന്ന പേരിലാണ് അറിയപ്പെട്ടത് അല്ലെ. അയൺ ഏജ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലല്ലേ മിസ് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ, ഗംഗാ സമതലത്തിലേക്ക് ഒരു യാത്രയും പോയി, അതോടൊപ്പം എന്താണ്, ഇരുമ്പിന്റെ യുഗവും അവിടെ നമ്മൾ വിസിറ്റ് ചെയ്തു. എങ്ങനെയാണ് ആര്യന്മാർ ഈ ഒരു നമ്മളെ ഗംഗാ സമതലത്തിലേക്ക് എത്തി എന്നുള്ള കാര്യം നോക്കി. അങ്ങനെ മൊത്തം കാര്യങ്ങൾ മക്കൾക്ക് മനസ്സിലായില്ലേ. ഇനി നമ്മള് അടുത്ത വീഡിയോയിൽ വേറെ ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോകട്ടോ. അപ്പൊ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ മിസ് എന്ത് ചെയ്യും, ആ ഒരു ട്രിപ്പിൽ പറഞ്ഞുതരാട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു കോണ്ടന്റും ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.